അന്ന ഭാഗം 25. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം എനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പെട്ടെന്ന് മിന്നുമോൾ അവളുടെ കൈകൾ ഉയർത്തി തൻ്റെ ചൂണ്ടുവിരലുകളാൽ ഫെലിക്സിൻ്റെ കണ്ണുകളിൽ മൃദുവായി തൊട്ടു. അവൻ പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയാൽ കണ്ണുകൾ ചിമ്മി അടച്ചു. ശേഷം അവൾ ആ കൈവിരലുകൾ അവളുടെ കണ്ണുകളിലേക്ക് തിരികെ തൊട്ടുകൊണ്ട് കുസൃതിയോടെ പുഞ്ചിരിച്ചു. അവരിരുവരുടെയും കണ്ണുകൾ ഒരുപോലെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അത് തന്നോട് പറഞ്ഞതാണെന്ന് ഫെലിക്സ് ഊഹിച്ചു. എന്താ മോളുടെ പേര്? വാത്സല്യത്തോടെ അവളുടെ നേർത്ത മുടിയിഴകൾ തഴുകിക്കൊണ്ട് ഫെലിക്സ് അവളോട് ചോദിച്ചു. മിന്നുമോൾ ഒരു നിമിഷം ചിന്തിച്ചു നിന്ന ശേഷം അവൾ ചുറ്റിനും കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു. അടുത്തുള്ള ചുവരിലായി മിന്നിത്തിളങ്ങുന്ന അലങ്കാര ബൾബുകളിലേക്ക് നോക്കി. പെട്ടെന്ന് ഫെലിക്സിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ശേഷം അവൾ തൻ്റെ കൈകൾ ആ ബൾബുകളുടെ നേർക്കുയർത്തി. അവളുടെ വിരലുകൾ മുന്നോട്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അടച്ചു തുറന്നു. ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഫെലിക്സ് അവളെ നോക്കി നെറ്റിച്ചൊളിച്ചു. ശബ്ദങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്ത അവളുടെ നാവിന് മുന്നിൽ ആംഗ്യങ്ങൾ കൊണ്ട് തൻ്റെ പേര് ഫെലിക്സിന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു മിന്നുമോൾ. എന്നാൽ ഫെലിക്സിന് മുന്നിൽ തോറ്റുപോയ ആ കുഞ്ഞു മനസ്സ് തൻ്റെ കൈകൾ അവൻ്റെ ചുണ്ടുകളിൽ അമർത്തിക്കൊണ്ട് അവൾക്ക് തൻ്റെ നാവുകൾ ബന്ധിതമാണെന്ന് അവനോട് പറയാതെ പറഞ്ഞു. ആ കുരുന്നു കണ്ണുകളിൽ വിഷാദം നിലനിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അവളുടെ പ്രവൃത്തികളും കുസൃതി നിറഞ്ഞ മുഖവും ആ കണ്ണുകളുമെല്ലാം ഫെലിക്സിൽ അകാരണമായൊരു വേദന സൃഷ്ടിച്ചു. എന്നാൽ തൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്താൽ ഉളവായ തൻ്റെ മകളെ ഫെലിക്സിന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. ഫെലിക്സ് ആ മുഖത്തേക്ക് നോക്കി. അവളെ വീണ്ടും അവനിലേക്ക് ചേർത്ത് പിടിക്കവേ അവനിൽ നിന്ന് ഊർന്നു മാറിക്കൊണ്ട് മിന്നുമോൾ അവനരികിൽ നിന്നും ദൂരേക്ക് ഓടിപ്പോയി. അനുസരണയില്ലാതെ ഒഴുകിയാടുന്ന അവളുടെ മുടിയിഴകളും കിലുങ്ങുന്ന പാദസ്വരത്തിൻ്റെ ഒച്ചയും കണ്ണിൽ നിന്നും മറയുന്നതുവരെ ഫെലിക്സ് നോക്കി നിന്നു. ആ ചുണ്ടുകളിൽ ആദ്യമായി വാത്സല്യത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു. യാദർശികമായി ഫെലിക്സ് ഓഫീസിലേക്ക് എത്തിച്ചേർന്നു എന്ന വാർത്തയറിഞ്ഞ അന്ന വെപ്രാളത്തോടെ പുറത്തെവിടെയോ നിൽക്കുന്ന മിന്നുമോളെ തിരക്കി ക്യാബിന് വെളിയിലേക്ക് വേഗത്തിൽ ഇറങ്ങി നടന്നു. ഓഫീസിൻ്റെ പ്രധാന വാതിൽ തിടുക്കത്തോടെ വലിച്ചു തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങവേ പിന്നിലേക്ക് നീണ്ടുകിടക്കുന്ന അവളുടെ സാരി അപ്രതീക്ഷിതമായി വാതിലിൻ്റെ പിടിയിൽ ഉടക്കി നിന്നു. ഒരു നിമിഷം നിയന്ത്രണം വിട്ട അവൾ മുന്നിലേക്ക് ആഞ്ഞു വീഴാൻ തുടങ്ങവേ വാതിൽ തുറന്നകത്തേക്ക് കയറാൻ വന്ന ഫെലിക്സിൻ്റെ മുകളിലേക്ക് ശക്തിയായി ഇടിച്ചു നിന്നു. അവൻ്റെ കരങ്ങൾ അന്നയുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളുടെ നഗ്നമായ വയറിലേക്ക് അമർന്നു. പെട്ടെന്ന് അന്നയുടെ ശരീരത്തിലെ അവൻ്റെ കൈകൾ അമർന്ന ഭാഗം പൊള്ളിപ്പടർന്നതുപോലെ അവൾക്ക് തോന്നി. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം ഉടക്കി നിന്നു. അന്നയുടെ കണ്ണുകൾ അവനോടുള്ള കോപത്താൽ ചുവന്നു. അവനിൽ നിന്നും ബലമായി അടർന്നു മാറി ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. നീ അറിഞ്ഞോണ്ട് എൻ്റെ ദേഹത്തേക്ക് വീണ് സൂചിച്ചിട്ട് മിണ്ടാതങ്ങ് പോകുവാണോ? താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിന്റെ രാത്രിക്ക് ഞാനൊരു വിലയിടാം. പണ്ട് നീ എൻ്റെ സ്നേഹത്തിന് വിലയിട്ട പോലെ. വഷളമായി ചിരിച്ചുകൊണ്ട് ഫെലിക്സ് പുച്ഛത്തോടെ മുന്നോട്ട് നടന്നു നീങ്ങുന്ന അന്നയെ നോക്കി പറഞ്ഞു. അവൻ്റെ വാക്കുകൾ അന്നയുടെ ചുവടുകളെ നിശ്ചലമാക്കി. അവൾ ഫെലിക്സിന് നേരെ മുഖം തിരിച്ചു. കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിലെ ഒരിക്കലും വിലയിടാനാകാത്ത വിധിക്ക് മുന്നിൽ ഒരിക്കൽ തോൽവി സമ്മതിക്കും ഫെലിക്സ്. നിങ്ങൾ കാത്തിരുന്നോ? എണ്ണി എണ്ണി കണക്ക് പറയേണ്ട ഒരു ദിവസത്തിനായി. അവളുടെ ഓരോ വാക്കുകളും ഉറച്ചതായിരുന്നു. അവളുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിലൊന്നും ഉലഞ്ഞോ എങ്കിലും പെട്ടെന്ന് കോപത്തോടെ ഫെലിക്സ് അന്നയ്ക്ക് നേരെ ചീറി. നിർത്തടി പുന്നാര മോളെ നിന്റെ പ്രസംഗം! ഫെലിക്സ് അലറിക്കൊണ്ട് ഒച്ചയെടുത്തു. അന്ന അത് വകവയ്ക്കാതെ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് മിന്നുമോളുടെ അരികിലേക്ക് നടന്നു. ഡയാന, നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? ഫെലിക്സ് വന്നിട്ടുണ്ട്. മിന്നുമോൾ എങ്ങാനും അയാൾ കണ്ടാ? എനിക്കറിയില്ലടി. നീ ഒന്ന് അവളെ ഓർഫനേജിലേക്കൊന്ന് കൊണ്ടുവിടാവോ? ഞാനിപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ടാ മിന്നുമോളെ ഞാൻ അവിടെ മാറ്റിയിരുത്തിയേക്കുക. വെപ്രാളത്തോടെ ഡയാനക്കരികിലേക്ക് വന്ന അന്ന കിതച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അയ്യോ, ആ കാണ്ടാമൃഗം വന്നോ? ഡയാനയിലും നേരിയ ഞെട്ടലുളവായി. കൈകളിലിരുന്ന ഫയലുകൾ മേശമേലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട്
ഡയാന അന്നയെ നോക്കിയ ശേഷം മിന്നിമോളുടെ അരികിലേക്ക് നടന്നു. അന്ന ആശ്വാസത്തോടെ തൻ്റെ ടേബിളിനരികിലേക്ക് നടന്നു. ഫെലിക്സ് ഓഫീസിലേക്ക് വന്ന പാടെ അഞ്ജലി ഫെലിക്സിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. പോകുന്ന വഴി അവൾ അന്നയുടെ ടേബിളിനരികിൽ വന്ന് നിന്നുകൊണ്ട് പുച്ഛത്തോടെ രൂക്ഷമായി നോക്കി. എന്നാൽ അന്ന അവളുടെ നോട്ടം അവഗണിച്ചുകൊണ്ട് തൻ്റെ ജോലിയിൽ ശ്രദ്ധിച്ചു. അഞ്ജലി വീണ്ടും ഫെലിക്സിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. അന്നയുടെ മനസ്സിൽ യാതൊരു വികാരങ്ങളും ഉണ്ടായില്ല. എന്നോ അടഞ്ഞുപോയ ഫെലിക്സ് എന്ന അധ്യായം ഇനി തുറക്കില്ല എന്ന് അന്ന മുൻപേ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. മിന്നുമോളെ കൊണ്ടാക്കിയ ശേഷം ഡയാന തിരിച്ചെത്തിയിരുന്നില്ല. അന്ന ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടും പോകാതിരിക്കുന്നത് കണ്ട് ലോകേഷ് അവൾക്കരികിലേക്ക് നടന്നു വന്നു. ഞാൻ ക്യാൻറ്റീനിലേക്കാ, ഒരുമിച്ച് കഴിക്കാം. ആ വാക്കുകൾ ഒരാജ്ഞ പോലെയായിരുന്നു. അല്ലാത്ത പക്ഷം അന്ന നിരസിക്കുമെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. മറുത്തൊന്നും പറയാതെ അന്ന അയാൾക്കൊപ്പം ക്യാൻറ്റീനിലേക്ക് നടന്നു. ലോകേഷിന് മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അന്ന നിശബ്ദയായിരുന്നു. ചിലപ്പോൾ അയാൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ നേരിടാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു എന്നതാണ് സത്യം. അന്നയുടെ ഫാമിലിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. ലോകേഷ് അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി. സർ, അത്... ലോകേഷിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അന്ന ഒന്ന് പതറി. എന്നാൽ ലോകേഷ് തുടർന്നു. ശരിക്കും തൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നേ. അറിയാതെ എപ്പോഴോ എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നി. ഒരു നേരം പോക്കിനൊന്നുമല്ല, എൻ്റെ ഒറ്റപ്പെടലിലേക്ക് കൈപിടിച്ച് കൂടെ കൂട്ടാനായിരുന്നു. തന്നോട് തുറന്ന് സംസാരിക്കാൻ തോന്നിയപ്പോഴാണ് ഇന്ന് ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. താൻ വിവാഹിതയാണെന്നോ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊക്കെ. മറ്റൊന്നും കൊണ്ടല്ല, മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രം. അല്ല, ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലല്ലോ. ലോകേഷിൻ്റെ അവസാന വാക്കുകളിൽ ഒരു നഷ്ടബോധം നിഴലിച്ചിരുന്നു. അന്ന ഒന്നും മിണ്ടാതെ സ്തംഭിച്ചിരിക്കുകയായിരുന്നു. എടോ, താൻ കഴിക്ക്. അയാളുടെ വാക്കുകൾ കേട്ട് ചെറിയ ഞെട്ടലോടെ അന്ന ഒരു പുഞ്ചിരി വരുത്തി. അല്ല, താനെന്താ എപ്പോഴും ഇങ്ങനെ? ഒന്നും സംസാരിക്കാറില്ല? ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ. അങ്ങനൊന്നുമില്ല സാർ. അന്ന ലോകേഷിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ പെട്ടെന്ന് അവളിലൊരു ഭാവമാറ്റം ഉണ്ടായി. ലോകേഷിന് പിന്നിലായി എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഫെലിക്സിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കി. ഫെലിക്സ് ദേഷ്യത്തോടെ അന്നയെ നോക്കിക്കൊണ്ട് തിരികെ നടന്നു. അന്ന ഭക്ഷണം മതിയാക്കി മുന്നിലിരുന്ന വാട്ടർ ബോട്ടിൽ അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. വെപ്രാളത്തോടെ അത് മുഴുവൻ കുടിച്ചു തീർത്തു. എന്തുപറ്റി അന്ന? തനിക്കെന്താ പെട്ടെന്നൊരു മാറ്റം? അവളുടെ മാറ്റത്തെ കണ്ടുകൊണ്ട് ലോകേഷ് അന്നയോട് തിരക്കി. ഒന്നുമില്ല സാർ, ചെറിയൊരു തലവേദന പോലെ. ബാഗിൽ ടാബ്ലറ്റ് ഇരിപ്പുണ്ട്, ഒരെണ്ണം കഴിക്കട്ടെ. ഒട്ടും വയ്യെങ്കിൽ ഇന്ന് ലീവ് എടുത്തോളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ. അന്ന അയാൾക്കരികിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിൻ്റെ അരികിലേക്ക് നടന്നു. അവൾ ദൂരേക്ക് അകലും വരെ ലോകേഷിൻ്റെ കണ്ണുകൾ നിശബ്ദതയോടെ അവളെ നോക്കി നിന്നു. എന്നാൽ അന്നയുടെ മനസ്സിൽ അവളിപ്പോൾ അനുഭവിക്കുന്ന വേദനകളെക്കാളും ലോകേഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ കോപത്തോടെ നോക്കി നിൽക്കുന്ന ഫെലിക്സിൻ്റെ മുഖമായിരുന്നു. ഇനി ഇതിൻ്റെ പേരിൽ അവൾ അനുഭവിക്കാൻ പോകുന്ന കുത്തുവാക്കുകളും വേദനകളും എന്തൊക്കെയാണെന്ന് അവളിൽ ആശങ്ക പടർത്തി. അന്ന, എൻ്റെ ക്യാബിനിലേക്ക് വാ. ഫോണിൻ്റെ റിസീവറിൽ നിന്ന് ഫെലിക്സിൻ്റെ ശബ്ദം കേൾക്കേ അവൾ തെല്ലൊന്നു ഭയപ്പെട്ടു. എന്തോ അവളെ കുത്തി നോവിക്കാനുള്ള പുതിയ അടവ് തന്നെയാണ് ഈ വിളിയുടെ ഉദ്ദേശമെന്ന് അവൾ ഊഹിച്ചു. അനുവാദം ചോദിച്ച ശേഷം അന്ന ഫെലിക്സിൻ്റെ ക്യാബിനിലേക്ക് പ്രവേശിച്ചു. അവൻ അരികിലായി ചേർന്ന് നിന്നുകൊണ്ട് എന്തൊക്കെയോ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലേക്ക് നോക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലി. അവൾ അകത്ത് വന്നിട്ടും അവരിരുവരും അന്നയെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. എന്നാൽ അന്ന ക്ഷമയോടെ ഒന്നും മിണ്ടാതെ കുറച്ചകലെയായി നിന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.